PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മണ്ഡലത്തിലെ CPM-ൽ വ്യാപക പ്രതിഷേധം. നിരവധി ബ്രാഞ്ച് കമ്മിറ്റികൾ പൂർണ്ണമായും രാജിവെച്ചു. 2 പാർട്ടി ഓഫീസുകൾ പ്രതിഷേധക്കാർ അടച്ചുപൂട്ടി. അൻവറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ പാർട്ടി പണത്തിന് കീഴ്പ്പെടുകയാണെന്നാരോപിച്ചാണ് വ്യാപക പ്രതിഷേധവും കൂട്ടരാജിയും അരങ്ങേറിയത്. എടക്കര ഏരിയ കമ്മിറ്റിക്ക് കീഴിലെ 10 ബ്രാഞ്ച് കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജിവെച്ചു. 16 അംഗ ചുങ്കത്തറ ലോക്കൽ കമ്മിറ്റിയിലെ 11 അംഗങ്ങളും രാജിവെച്ചു. DYFI എടക്കര മേഖലാ കമ്മിറ്റിയിലെ മുഴുവൻ അംഗങ്ങളും രാജി സമർപ്പിച്ചു. എടക്കര ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച 7 മെമ്പർമാർ ഇന്ന് രാജി സമർപ്പിക്കും. വിവിധ പോഷക സംഘടനാ ഭാരവാഹികളും രാജിവെച്ചിട്ടുണ്ട്. എടക്കര, ചുങ്കത്തറ, ഉപ്പട എന്നിവിടങ്ങളിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. എടക്കരയിൽ നടന്ന പ്രകടനം CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് ആരംഭിച്ചത്. 2 ഏരിയ കമ്മിറ്റി അംഗങ്ങളെ പുറത്താക്കിയ ശേഷമാണ് ചുങ്കത്തറ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പ്രതിഷേധക്കാർ പൂട്ടിയത്. കൈത്തിരി ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസും പൂട്ടിച്ചു. DYFIയുടെ പ്രത്യേക യോഗം ഇന്ന് ചേരും. ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന വിഷയവും പ്രതിഷേധക്കാർ ആലോചിക്കുന്നുണ്ട്. പ്രതിഷേധത്തെ തുടർന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നിർണയം പുനഃപരിശോധിക്കാൻ ജില്ലാ കമ്മിറ്റി ഇന്നലെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. എന്നാൽ PV അൻവറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന തീരുമാനമാണുണ്ടായത്. ഇതാണ് കൂട്ടരാജിക്ക് കാരണം. 2006-ൽ CPM പിന്തുണയോടെ ഏറനാട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിക്കെതിരെയും 2014-ൽ പാർലമെന്റിലേക്ക് സ്വതന്ത്രനായി LDF സ്ഥാനാർത്ഥിക്കെതിരെയും മത്സരിച്ച വ്യക്തിയാണ് PV അൻവർ. സാജിദ് അജ്മൽ, മീഡിയ 1, മലപ്പുറം.